ഹലോ ഫ്രണ്ട്സ്, ഐ ആം ബാക്ക്. വന്നാ എന്താ ലേറ്റ് ആയത്? അവിടെ കുറച്ച് കൊച്ചു പിള്ളേർ ഓട്ടോഗ്രാഫും ചോദിച്ചുകൊണ്ട്. അല്ല, നിങ്ങൾ പ്രാക്ടീസിന് ഇറങ്ങിയില്ലേ? ഇല്ലടാ, നീ ചെല്ല്, ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. എങ്ങനെയുണ്ട് നമ്മുടെ ജോസ് സാർ? ജോസ് സാറാണോ ജോർജ് സാറാണോ എന്നൊക്കെ നിനക്ക് വഴിയെ മനസ്സിലായിക്കോളും. ചെല്ല്. ഓക്കെ, അപ്പോൾ കാണാം. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. സോ പ്ലേയേഴ്സ്, നമ്മുടെ ഇന്നത്തെ പരിപാടി എതിർ ടീമിലെ പ്ലേയേഴ്സിനെ എങ്ങനെ പ്രലോഭിപ്പിച്ച് കീഴ്പ്പെടുത്താം. സർ, മേ ഐ കമിൻ? എന്താ ലേറ്റ് ആയത്? അത് കാര്യമില്ല, ചെറുതായിട്ട് നമ്മുടെ പിള്ളേരെ വേട്ടെ. എന്നാൽ ചെറുതായിട്ട് അങ്ങോട്ട് മാറിയില്ലേ, നാളെ കറക്റ്റ് ടൈമിന് വരുമ്പോൾ കളിക്കാം. അല്ല, എന്നെ മനസ്സിലായില്ലേ? ഞാൻ എംബാപ്പെ അല്ല, മാർപ്പാപ്പ ആണെങ്കിലും കറക്റ്റ് ടൈമിന് വന്ന് അവിടെ കളിക്കാം. ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഇറക്കി വിടും. ഒരു നാഷണൽ ടീമിന്റെ ക്യാപ്റ്റനെ അങ്ങനെ ഇറക്കി വിടാനൊന്നും പറ്റത്തില്ല. സാർ, ഏത് നാഷണൽ ടീമിന്റെ ക്യാപ്റ്റനാണ്? അതിവിടുത്തെ കൊച്ചു പിള്ളേർക്ക് വരെ അറിയാം, ജനറൽ നോളജ് ഇല്ലാത്തവൻ. ഫ്രാൻസ്. ഇത് നിന്റെ ഫ്രാൻസ് ടീമിന്റെ ക്യാമ്പാണോ? കുറച്ച് ആൾക്കാരൊക്കെ ആകുമ്പോഴാണേലും ഫ്രാൻസ് ക്യാമ്പല്ല. അപ്പോൾ വിട്ടോ. ബട്ട് ഐ ആം ദ കീ പ്ലെയർ ഓഫ് റയൽ മാഡ്രിഡ്. ബട്ട് ഐ ആം ദ ന്യൂ ഹെഡ് കോച്ച് ഓഫ് റയൽ മാഡ്രിഡ്. ഇംഗ്ലീഷ് പറഞ്ഞ് തോപ്പിക്കാൻ നോക്കുന്ന ചെറുക്ക, അറിയാവുന്ന നല്ല ഭാഷയിൽ ഞാൻ പറയേണ്ടത് പറഞ്ഞു. ഇനി ഇവിടെ നിന്ന് ചലച്ച ചില ഊച്ചാളി കോച്ചന്മാര് പറയുന്ന പോലെ ടീമിൽ നിന്ന് എടുത്ത് കളയുന്നൊന്നും ആയിരിക്കത്തില്ല. കൊന്നു കളയും ഞാൻ. മടിക്കില്ല കേട്ടോ. ആ പെർസൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. നോക്കിക്കോ, ഞാൻ പറഞ്ഞു കൊടുക്കും. എന്തോ സാധനമുള്ളത്, ഒരുമാതിരി ജാടയും ചെന്ന് കയറിയോണ്ടെ കുറച്ച് പഞ്ച് ഡയലോഗും. എനിക്കാണെങ്കിൽ പൊളിഞ്ഞിട്ടും പിന്നെ ഞാൻ വേണ്ടെന്ന് വെച്ചതാ. ഞങ്ങൾക്ക് കിട്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങേരെ എനിക്ക് ശരിക്കും അറിഞ്ഞൂടാ. ആ വിനീത് വരെ എത്തിയില്ലേ? ഇപ്പം എത്തൂന്നാ പറഞ്ഞു.